കണ്ണൂരുകാരുടെ അപ്പം അതാണില്ലേ നമ്മുടെ കണ്ണൂരപ്പം പഞ്ചാരയപ്പം എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. പഞ്ചാരയപ്പം എന്ന് വിളിക്കുന്നത് നമ്മൾ ശർക്കര ചേർക്കാതെ പഞ്ചസാര മാത്രം ചേർത്തുണ്ടാക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ശർക്കര ചേർത്തുണ്ടാക്കുമ്പോൾ പിന്നെ അത് ഉണ്ണിയപ്പമായി മാറില്ലേ. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ഉണ്ണിയപ്പത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ പഞ്ചാരയപ്പാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് അരി വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി തലേ ദിവസം രാത്രി ഇട്ട് വെച്ചതാണ് കേട്ടോ. നല്ലപോലെ വെള്ളത്തിലിട്ട് കുതിർന്നോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ രാവിലെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നല്ലപോലെ കുതിർന്ന അരി നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അരിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അളന്നെടുക്കുന്നത് ആ പാത്രം തന്നെ ബാക്കിയുള്ള എല്ലാ ചേരുവകളും ഇതിലേക്ക് അളക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് അളവ് കിട്ടും. ഒന്നും അങ്ങോട്ട് കൂടുകയോ കുറയോ ഇല്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ അപ്പം അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പാത്രത്തിന് ഒരു കപ്പ് അരി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അരി മാക്സിമം കുതിർത്ത് വെക്കണേ. ഒരു 4 മണിക്കൂറെങ്കിലും എന്തായാലും കുതിർത്ത് വെക്കണം. അതിൽ കൂടിയാൽ കുഴപ്പമില്ല. ഞാനിതാ ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് നമ്മൾ അരി കേട്ടോ രാവിലെ അരച്ചെടുക്കുന്നത്. അത് വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്. രാവിലെ എന്നിട്ട് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എത്ര വലിയ പാത്രമൊന്നും വേണ്ട, കാരണം അത് പുളിച്ച് പൊന്തൊന്നുമില്ല. നമ്മൾ ഈസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ. പക്ഷേ എന്നാലും ഞാൻ ഇളക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രം എടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആ എടുത്ത അരിയുടെ കപ്പ് ഏതാണോ ആ കപ്പ് തന്നെ നമ്മളിതാ ഒരു കപ്പ് ചോറും ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഉണ്ണിയപ്പത്തിൽ എത്ര എണ്ണം വേണമെന്നുള്ളതിനനുസരിച്ച് കേട്ടോ. എന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് മധുരത്തിന് 3/4 കപ്പ് പഞ്ചസാര ഈക്വലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ആ കപ്പിന് തന്നെ ഞാനൊരു 1/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദയുടെ അളവ് കൂടരുത് കേട്ടോ. കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം ശരിയായി കിട്ടില്ല. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്ക് ഇതും ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ പച്ചരി അരച്ചയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറയുന്നത് ദോശമാവിൻ്റെ അത്ര കട്ടിയും വേണ്ട, എന്നാൽ അധികം ലൂസും ആവരുത് എന്നുള്ള പരുവത്തിലാണ് കേട്ടോ. നമുക്കത് ഇങ്ങനെ ഒഴിച്ച് ഇതാക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കുക. ഇതിൻ്റെ വല്ലാതെ വെള്ളമായി പോരുത്, എന്നാൽ അധികം കട്ടിയാവരുത് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് മാക്സിമം 8 മണിക്കൂറെങ്കിലും നമുക്ക് ഒന്ന് അടച്ച് വെക്കണം. ഇത് പുളിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ 8 മണിക്കൂർ നമ്മൾ അടച്ച് വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ണൂരപ്പം കിട്ടുക കേട്ടോ. അപ്പം ഞാൻ രാവിലെ 9 മണിക്ക് അരച്ച് വെച്ചിട്ട് ഇപ്പോൾ വൈകുന്നേരം 6 മണിക്കായിട്ടത് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാവ് അതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കാൻ പോകുന്നത് ആ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചേർത്ത് കൊടുത്താൽ അപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുണ്ടാക്കി നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രമില്ലേ ആ പാത്രത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ പാത്രം വെച്ച് കൊടുത്ത് നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഏത് ഓയിലാണുള്ളത് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം, നിർബന്ധമില്ല. എന്നിട്ട് അതിന് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മാവ് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഇങ്ങനെ മുക്കി ഒഴിക്കുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും, പെട്ടെന്നാവും. എന്നാൽ നിങ്ങൾക്ക് കയ്യിൽ വെച്ച് ഒഴിക്കാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്ക് കയ്യിൽ വെച്ച് ഒഴിക്കാനാണ് എളുപ്പം. അപ്പോൾ ഞാനത് ആദ്യം ഗ്ലാസ് വെച്ച് ഒഴിച്ച് നോക്കി, പക്ഷേ എനിക്കത് അത്ര ശരിയായില്ല. അപ്പോൾ ഞാൻ തവി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ഒഴിച്ച് കൊടുത്ത ശേഷം ആദ്യം നമ്മൾ ഒഴിച്ച മാവ് ഏതാണോ അതിനനുസരിച്ച് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം എപ്പോഴും നമ്മളെ കണ്ണൂരപ്പം കണ്ടിട്ടില്ലേ, ഒരു വൈറ്റ് കളറിലാണ് മുകൾ ഭാഗം ഉണ്ടാവും, എന്നാൽ സൈഡൊക്കെ കുറച്ച് ബ്രൗൺ കളറിലും. അപ്പോൾ അത് പെട്ടെന്ന് വറുത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മളത് കരിഞ്ഞു പോകും. പിന്നെ അത് പെട്ടെന്ന് ആവും ചെയ്യും കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ കളർ മാറുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പോലെ അധികം നേരം കാത്തു നിൽക്കൊന്നും വേണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടണം. അത് എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ മാവും ചെയ്തെടുക്കാം. പിന്നെ ഇതിനെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. കാരണം ഈ മാവിൽ അധികം ഓയിൽ കുടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ഓയിൽ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് നല്ല പഞ്ഞി പോലെയുള്ള അപ്പാട്ടോ നമ്മുടെ കണ്ണൂരപ്പം. എനിക്ക് ഉണ്ണിയപ്പത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ ഒരു അപ്പാണ് കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു അളവ് തന്നെ നിങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അപ്പമാണ്. പഞ്ചസാര ലവേഴ്സിന് എന്തായാലും ഇഷ്ടമാവും. ശർക്കരയേക്കാൾ അടിപൊളി ടേസ്റ്റാണ്. ഉണ്ണിയപ്പം നമ്മൾ ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു സോഫ്റ്റ് കിട്ടണമെന്നില്ല. പക്ഷേ ഇത് നമുക്ക് ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പം ടാറ്റാ.